Hello dear students, welcome to Math Root. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4-year ഡിഗ്രി BSc മാത്സിലെ 4th സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള റിയൽ അനാലിസിസ് 1ലെ എക്സസൈസിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. എക്സസൈസ് 27, ഫൈൻഡ് ദ ലിമിറ്റ്സ് ഓഫ് ദി ഫോളോവിങ് സീക്വൻസസ്. നമുക്ക് ഇവിടെ 4 സീക്വൻസുകൾ തന്നിട്ടുണ്ട്. ഓരോന്നിന്റെയും ലിമിറ്റ് ഫൈൻഡ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലിമിറ്റ് 2 + 1/n ഹോൾ സ്ക്വയർ. സോ നമുക്ക് ഈ ക്വാണ്ടിറ്റിയുടെ ലിമിറ്റ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. നോക്കൂ, നമ്മൾ ഇതിന് a + b ഹോൾ സ്ക്വയർ എന്നുള്ള എക്സ്പാൻഷൻ അപ്ലൈ ചെയ്യാം. നോക്കൂ, ഇത് a + b ഹോൾ സ്ക്വയർ ഫോമിലാണുള്ളത്. നോക്കൂ, a + b ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ a² + 2 × a × b + b സ്ക്വയർ ആണ്. അപ്പൊ നോക്കൂ, 2 + 1/n ഹോൾ സ്ക്വയർ എന്തായിരിക്കും? 2² + 2 × ഇവിടെ a എന്നുള്ളത് എന്താണ്? 2 ഇൻറ്റു ഇവിടെ b എന്നുള്ളത് എന്താണ്? 1/n പ്ലസ് പിന്നെ b സ്ക്വയർ എന്ന് പറയുമ്പോൾ b ന്റെ സ്ഥാനത്ത് 1/n ആണ്. സോ 1/n ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1/n². അപ്പൊ നോക്കൂ, ഇതിന്റെ ലിമിറ്റിന് പകരം നമ്മൾ എന്ത് ഫൈൻഡ് ചെയ്താൽ മതി? ഇതിന്റെ ലിമിറ്റ് ഫൈൻഡ് ചെയ്താൽ മതി. നോക്കൂ, നമ്മളൊരു ബ്രാക്കറ്റ് ഇടുക, ലിമിറ്റ് n → ∞ എഴുതുക. ഓക്കെ, നോക്കൂ, ഇത് 2² എന്ന് പറഞ്ഞാൽ 4 ആണല്ലോ. 4 എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്. അതിന്റെ ലിമിറ്റ് എന്തായിരിക്കും? അത് തന്നെ ആയിരിക്കും പ്ലസ്. നോക്കൂ, 2 × 2 എന്ന് പറയുമ്പോൾ 4 ആണ്. ഓക്കെ, 4 ഇൻറ്റു പിന്നെ 1/n ന് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് n → ∞ 1/n പ്ലസ് പിന്നെ 1/n² ഉണ്ട്, അതിന് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് n → ∞ 1/n². നോക്കൂ, ഇവിടെ 4 + 4 ഇൻറ്റു നമുക്കറിയാം 1/n ന്റെ ലിമിറ്റ് എന്താണ്? 0 ആണ്. നമുക്ക് അറിയുന്ന ലിമിറ്റ് ആണ്. സോ 4 × 0 പ്ലസ് അതുപോലെ 1/n² ന്റെ ലിമിറ്റ് നമുക്ക് എന്താണെന്ന് അറിയാം? 0 ആണ്. അപ്പൊ അതും 0 ആയി. നോക്കൂ, 4 പ്ലസ് ഇത് 0 ആയി, ഇതും 0 ആയി. അപ്പൊ 4 + 0 + 0 എന്ന് പറയുമ്പോൾ 4 വരും. ഓക്കെ, നമുക്ക് എന്ത് പറയാം? ഈ സീക്വൻസിന്റെ ലിമിറ്റ് എന്താണ്? 4 ആണെന്ന് പറയാം. നെക്സ്റ്റ് സീക്വൻസ്, ലിമിറ്റ് n → ∞ -1n/n + 2. നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? ഇതിന്റെ ആബ്സല്യൂട്ട് വാല്യൂ, അതായത് മോഡുലസ് എടുക്കാം. നോക്കൂ, ഈ -1n എന്നുള്ളത് അത് ഒന്നുകിൽ 1 ആയിരിക്കും അല്ലെങ്കിൽ -1 ആയിരിക്കും. അതിന്റെ മോഡുലസ് എടുക്കുമ്പോൾ അത് എന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. n + 2 എന്നുള്ളത് n + 2 തന്നെ. സോ ഇതിന്റെ മോഡുലസ് എന്തായിരിക്കും? 1/n + 2. നോക്കൂ, നമുക്കറിയാം 0യോ അതിനേക്കാൾ വലുതായിരിക്കും എന്ത് എപ്പോഴും? 1/n + 2. നോക്കൂ, 1/n + 2 ഈക്വൽ അല്ലെങ്കിൽ അതിനേക്കാൾ വലുതാണല്ലോ 1/n. സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഇനീക്വാലിറ്റി നമുക്ക് എപ്പോഴും എഴുതാൻ പറ്റും, ട്രൂ ആയിരിക്കും. നോക്കൂ, ഈ രണ്ട് എൻഡിലുള്ള രണ്ട് സീക്വൻസിന്റെ ലിമിറ്റ് നമുക്കറിയാം. 0 എന്നുള്ളത് 0 കോൺസ്റ്റന്റ് സീക്വൻസ് ആണ്, അതിന്റെ ലിമിറ്റ് 0 ആണ്. 1/n എന്നുള്ളത് അതിന്റെ ലിമിറ്റ് 0 ആണ്. അപ്പൊ ഈ രണ്ട് എൻഡിലുള്ള സീക്വൻസിന്റെയും ലിമിറ്റ് 0 ആണെങ്കിൽ ഈ മിഡിലുള്ള സീക്വൻസിന്റെയും ലിമിറ്റ് എന്തായിരിക്കും? സ്ക്വീസ് തിയറം പ്രകാരം നമുക്ക് എന്ത് പറയാം? അതിന്റെ ലിമിറ്റ് 0 ആയിരിക്കും. ഓക്കെ, നമുക്ക് എന്ത് പറയാം? 1/n ന്റെ ലിമിറ്റ് 0 നമുക്കറിയാം. 0 ന്റെ ലിമിറ്റ് 0 ആണ്. അപ്പോൾ മിഡിലുള്ള 1/n + 2 ന്റെ ലിമിറ്റ് 0 ആയിരിക്കും. ഓക്കെ, നമുക്ക് 1/n + 2 ന്റെ ലിമിറ്റ് 0 ആണെങ്കിൽ -1/n/n + 2 ന്റെ ലിമിറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, സി ക്വസ്റ്റ്യൻ, ലിമിറ്റ് n → ∞ √n - 1/√n + 1. നോക്കൂ, ഇവിടെയും √n ഉണ്ട്, ഇവിടെയും √n ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? മൊത്തത്തിൽ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ √n കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. അപ്പൊ √n/√n എന്തായിരിക്കും? ഇവിടെ 1 കിട്ടും. 1/√n 1/√n. ഓക്കെ, ഇവിടെ √n/√n 1 ആകും, 1/√n വരും. ഓക്കെ, ഇനി നോക്കൂ, നമ്മൾ എന്ത് ചെയ്യാം? ലിമിറ്റ് അപ്ലൈ ചെയ്യാം. നമുക്കറിയാം 1/√n ന്റെ ലിമിറ്റ് എന്താണ്? അത് 0 ആണ്. ഈ 1 ന്റെ ലിമിറ്റ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അത് നമുക്ക് 1 കിട്ടും. 1/√n ന്റെ ലിമിറ്റ് 0 ആയിരിക്കും. ഇവിടെ 1 ന്റെ ലിമിറ്റ് 1, 1/√n ന്റെ ലിമിറ്റ് 0. അപ്പൊ നോക്കൂ, 1 - 0/1 + 0 എന്ന് പറയുമ്പോൾ 1/1 1 എന്ന് നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. നെക്സ്റ്റ്, ലിമിറ്റ് n → ∞ n + 1/n√n. നോക്കൂ, ഈ n√n എന്നുള്ളത് ഈ n ന്റെയും ഡിനോമിനേറ്റർ ആണ്, ഈ 1 ന്റെയും ഡിനോമിനേറ്റർ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ രണ്ട് ടേം ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, സോ n + 1/n√n = n/√n + 1/n√n. നോക്കൂ, നമ്മൾ എന്ത് ചെയ്യാം? ഈ n/√n ൽ n നെ n നെ ക്യാൻസൽ ചെയ്താൽ 1/√n എന്ന് കിട്ടും. ഓക്കെ, നോക്കൂ, ഇവിടെ ഈ n × √n എന്ന് പറഞ്ഞ മീനിങ് എന്താണ് ശരിക്കും? n എന്ന് പറഞ്ഞാൽ ശരിക്കും അത് n⁻1 ആണ്. √n എന്ന് പറഞ്ഞാൽ n⁻1/2 ആണ്. നോക്കൂ, ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന മീനിങ് എന്താണ്? n⁻1 + 1/2 എന്ന് പറയുമ്പോൾ n⁻3/2. അപ്പൊ നമുക്ക് ഇതിനെ n × √n നെ n⁻3/2 എന്ന് എഴുതാം.
സോ ഇതിന്റെ ലിമിറ്റ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഓക്കെ ഇതിന്റെയും ലിമിറ്റ് ഫൈൻഡ് ചെയ്തിട്ട് അത് ആഡ് ചെയ്താൽ മതി. അപ്പൊ നോക്കൂ, ഇതിന്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 1/√n ലിമിറ്റ് നമ്മൾ ഫൈൻഡ് ചെയ്യാം. നമുക്കറിയാം 1/√n ലിമിറ്റ് എന്താണ്? 0 ആണ്. അതേപോലെ ഇതിന്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലിമിറ്റ് നമുക്കറിയാം 0 ആണ്. അപ്പൊ നോക്കൂ, ഇതിന്റെ ലിമിറ്റ് കിട്ടാൻ ഇതിന്റെയും ലിമിറ്റ് ആഡ് ചെയ്യും എന്ന് പറയുമ്പോൾ 0 + 0 0. അപ്പൊ ഈ ടേമിന്റെ ലിമിറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ.